ജർമ്മനി വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു ജോലിക്ക് പോകുന്ന ജോലി എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. പെർമനന്റ് ജോബ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു കമ്പനി എനിക്ക് ട്രയൽ ജോബ് തന്നു. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് 300 കിലോമീറ്റർ ഉണ്ട് കമ്പനിയിലോട്ട്. അപ്പൊ അതുകൊണ്ട് ട്രയൽ ജോബിന് ഞാൻ ഹാംബർഗിലോട്ട് താമസം മാറി. ഞാനിപ്പോ ഇവിടെ സിറ്റി സെന്ററിൽ ഒരു ഡോമെട്രി ബുക്ക് ചെയ്തു. ഇവിടെ പെർ ഡേ 30 യൂറോ ആട്ടോ കോസ്റ്റ് വരുന്നത്. നാട്ടിലെ 3300 രൂപ. ഇതിപ്പോ സിറ്റിയുടെ സെന്ററിൽ തന്നെ ആട്ടോ. നേരെ മുമ്പിലുള്ളത് ഹാംബർഗ് റെയിൽവേ സ്റ്റേഷനാണ്. ഹാംബർഗ് ബാനോഫ് ആണ്. ഒരു ദിവസം ഞാൻ ഇവിടെ നന്നായിട്ട് റെസ്റ്റ് എടുത്തു. പിറ്റേന്ന് രാവിലെ ഒരു 3:45 ആയപ്പോൾ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കാര്യം ഇപ്പൊ ഇറങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6:45 ആകുമ്പോഴേക്കും കമ്പനിയിൽ എത്താൻ പറ്റൂ. ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്കാട്ടോ. ഞാനിങ്ങനെ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും എന്റെ ട്രെയിൻ വന്നു. എനിക്ക് പോകേണ്ടത് കീൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാട്ടോ. പുലർച്ചെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇത് രാവിലെ പുറപ്പെടുന്ന ഫസ്റ്റ് ട്രെയിൻ ആട്ടോ. ഇവിടുന്ന് കീൽ വരെ ഏകദേശം 1.5 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. അവിടുന്ന് പിന്നെയും ഒരു 40 മിനിറ്റ് യാത്ര ചെയ്താലാണ് കമ്പനിയിൽ എത്താൻ പറ്റും. സോ അങ്ങനെ നമ്മൾ കീലെത്തി. കീലിൽ നിന്ന് നമ്മൾ ഈ ഒരു ട്രെയിൻ കയറിയതിനു ശേഷം പിന്നെ ഒരു ബസ്സും കൂടെ കയറിയാൽ നമ്മൾ കറക്റ്റ് ഒരു 6:50 ആകുമ്പോൾ കമ്പനിയുടെ ലൊക്കേഷനിലെത്തും. ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ ഏറ്റവും ടോപ്പിലുള്ള പ്രൊവിൻസിലാട്ടോ, സ്ലേറ്റിംഗ് ഹോസ്റ്റൈൻ. ഇത് കഴിഞ്ഞാൽ ഡെൻമാർക്ക് ആട്ടോ. എന്തായാലും ഈ പ്രൊവിൻസ് ഓക്കെയാണ്. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആയിട്ടാണ് തോന്നിയത്. ഞാനിങ്ങനെ ട്രെയിൻ ഇറങ്ങി ബസ്സും കയറി ഇറങ്ങി നേരെ കമ്പനിയിലോട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. 7 മണിക്ക് ഒരു കമ്പനി ഇവിടെ ഓപ്പൺ ആവില്ല, പക്ഷെ ഇവരിപ്പോ തന്നെ ഓപ്പൺ ആകുന്നുള്ളൂ. ഞാൻ കമ്പനിയിൽ എത്തിയതും ബോസ് എന്നോട് നേരെ ട്രയൽ ജോബിന് പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇത് ഇന്റർവ്യൂ ഇല്ല, വേറെ ഒന്നുമില്ല. അപ്പൊ സെലക്ട് ആയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴാണ് കളി വരുന്നത്. ഞാൻ വിൻഡ് ടർബൈൻ ടെക്നീഷ്യൻ ആണ്. പക്ഷെ ഇവിടെ എന്റെ ജോബ് വരുന്നത് ജസ്റ്റ് ഇൻസ്പെക്ഷൻ മാത്രമാണ്. പണി സിമ്പിൾ ആണ്, പക്ഷെ ചെയ്യേണ്ടത് ഈ വിൻഡ് ടർബൈന്റെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് വേണം. നമുക്ക് പണ്ടേ അഡ്വഞ്ചർ ഭയങ്കര താല്പര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ടോപ്പിൽ പെട്ടെന്ന് തന്നെ കയറി. എന്നിട്ട് നമുക്ക് മെയിൻ വർക്ക് വരെ ഇങ്ങനെയുള്ള ഏരിയാസിലേക്ക് ആട്ടോ. എന്നിട്ട് ഞാൻ ഇതിന്റെ പുറത്ത് കയറി 4 വീഡിയോസ് ഒക്കെ എടുത്ത സമയത്ത് തന്നെ അവൻ അത്യാവശ്യം ഓക്കെ ആയി. ഇത് പെർഫെക്റ്റ് ആണെന്ന് തോന്നി. ഇവിടെ എന്റെ സർട്ടിഫിക്കേഷന്റെയും ക്വാളിഫിക്കേഷന്റെയും ഒക്കെ പുറമെ മെയിനായിട്ട് അവർ നോക്കിയത് ഉയരത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്നാണ്. എന്റെ കൂടെ എന്റെ സീനിയറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇയാൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. ഈ ഒരു ടെർബൈൻ കണ്ടില്ലേ, ഇതിന്റെ ഈ ഒരു പില്ലറിന്റെ ഉള്ളിൽ കൂടെ ആട്ടോ നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറി പോകേണ്ടത്. ഫിസിക്കലി ഞാൻ ഈ ഒരു ജോബിന് ഫിറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ജർമ്മൻ ലാംഗ്വേജിന്റെ കേസിൽ അവർ എന്നെ പൊക്കി. ഞാൻ ജോലിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബൈഹാർട്ട് ജർമ്മൻ പഠിച്ചിട്ടായിരുന്നു കമ്പനിയിലോട്ട് പോയത്. പക്ഷെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാഷ്വൽ ടോക്കിൽ വന്ന സമയത്ത് ബോസിന് പെട്ടെന്ന് മനസ്സിലായി എനിക്ക് ജർമ്മൻ ഒരു പുല്ലും അറിയില്ല.